പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. ജീവൻ്റെ നിലനിൽപ്പിന് ആധാരമായ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ആസ്മയും അലർജിയും കാരണം ശ്വാസം മുട്ടി ഉറക്കം നഷ്ടപ്പെടുന്നവർ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ആശുപത്രികളിൽ കഴിയുന്നവർ, ഇവർക്കായി നമുക്കിന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ്. ആ ശ്വാസത്തെ തടസ്സപ്പെടുത്തുന്ന സകല രോഗങ്ങളെയും നമുക്ക് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസം ഊതി നൽകിയ ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം. ഉദ്ധിതനായ യേശു ശിഷ്യന്മാരുടെ മേൽ ശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്നരുളി ചെയ്തു. ആ ദൈവിക ശ്വാസം നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് ഈ നിമിഷം കടന്നു വരട്ടെ. കുരിശിൻ ചുവട്ടിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ തൻ്റെ മകനെ നോക്കി നിന്ന പരിശുദ്ധ അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്ന ഓരോ മകൻ്റെയും മകളുടെയും വേദന നന്നായി അറിയാം. ആ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തുണയാകട്ടെ. ആരോഗ്യത്തിൻ്റെ നിലവിളക്കെ, കൃപാസനം രാജ്ഞി, ശ്വാസതടസ്സങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഓരോ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ശ്വാസകോശത്തിലെ അണുബാധകൾ, കഫക്കെട്ട്, ആസ്മ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ ഈശോയുടെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. ശ്വസനനാളികളിലെ തടസ്സങ്ങൾ നീങ്ങട്ടെ. ശ്വാസകോശത്തിന് ആവശ്യമായ ഓക്സിജൻ സ്വീകരിക്കുവാനും രക്തത്തെ ശുദ്ധീകരിക്കുവാനുമുള്ള ശേഷി അമ്മ വഴി ഈശോ നൽകട്ടെ. ഓരോ ശ്വാസവും ആയാസമില്ലാതെ എടുക്കുവാൻ എൻ്റെ മക്കളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്കിപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളാൽ കഴിയുന്ന രോഗികൾക്ക് വേണ്ടി നിശബ്ദമായി പ്രാർത്ഥിക്കാം. അമ്മേ, മാറാത്ത തുമ്മൽ, അലർജി, അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഏൽക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ എന്നിവയിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ. ഇൻഹേലറുകളെയും ഓക്സിജൻ സപ്പോർട്ടിനെയും ആശ്രയിച്ചു കഴിയുന്നവർക്ക് അത്ഭുതകരമായ വിടുതൽ നൽകണമേ. ശ്വാസകോശത്തിന് ബലക്കുറവുള്ള കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും അമ്മയുടെ മേലങ്കിയാൽ പൊതിയണമേ. നെഞ്ചിലെ ഭാരവും ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദങ്ങളും നീക്കി അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ. മരുന്നുകൾ ഫലപ്രദമാകാനും ശ്വാസകോശം പുതുക്കപ്പെടാനും കൃപ നൽകണമേ. പ്രത്യാശയുടെ നിലവിളക്കെ, ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ പരിഭ്രമവും മരണഭയവും അമ്മ കാണുന്നുണ്ടല്ലോ. ആ നിമിഷങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കണമേ. ഉത്കണ്ഠ മൂലം ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നവർക്ക് ആന്തരിക സൗഖ്യം നൽകണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന ഈശോയുടെ വാഗ്ദാനം അവർക്ക് ധൈര്യമാകട്ടെ. ശുദ്ധമായ വായു ശ്വസിക്കുവാനും ആരോഗ്യത്തോടെ ജീവിക്കുവാനും അവർക്ക് ചുറ്റും അമ്മ സംരക്ഷണത്തിൻ്റെ മതിൽ തീർക്കണമേ. ശ്വാസമുട്ടലില്ലാത്ത സമാധാനമുള്ള ഉറക്കം ഓരോ രാത്രിയും അവർക്ക് നൽകണമേ. കൃപാസന മാതാവേ, ശ്വാസതടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന മക്കളെ അമ്മ സ്പർശിച്ച് അവർക്ക് ആശ്വാസം നൽകണമേ. തടസ്സമില്ലാതെ ശ്വസിക്കുവാനുള്ള കൃപ അവർക്ക് നീ കൊടുക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ആരോഗ്യവും നിങ്ങളിൽ നിറയട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.